ചില സ്റ്റാഫിന്റെ ഒക്കെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അവർക്ക് ഇത് വിൽക്കണം എന്ന് ഒരു നിർബന്ധം ഉണ്ടാവില്ല. നമുക്കൊക്കെ പല എക്സ്പീരിയൻസും ഉണ്ടാവും. നമ്മളൊരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ, അത് ജ്വല്ലറിയോ ടെക്സ്റ്റൈലോ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഷോപ്പ് ഏതും ആവട്ടെ, നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ് നമ്മളായിട്ട് നന്നായി ബിഹേവ് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. പ്രോഡക്റ്റ് സെലക്ഷൻ കാണിക്കാൻ അതീവ താല്പര്യം കാണിക്കുന്നു. നമ്മളെ കൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടി വലിയ ഉത്സാഹം കാണിക്കുന്ന ചില സ്റ്റാഫുകൾ നമ്മളെ മെമ്മറിയിലൂടെ ഇങ്ങനെ കടന്നു പോകും. നമ്മളെ എക്സ്പീരിയൻസ് അവിടെ അത് നമുക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും. ആ ഷോപ്പിനെ കുറിച്ച്, ആ സ്ഥാപനത്തിലെ സ്റ്റാഫിനെ കുറിച്ചൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷൻ കിട്ടും. നമ്മൾ അതിന്റെ സ്ഥാപനത്തിന്റെ ഓണേഴ്സിനെ നമ്മൾ കാണുന്നില്ല, മാനേജേഴ്സിനെ നേരിട്ട് കാണുന്നില്ല. നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ അടുത്ത് കൂടെ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാണ്. നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സുമായി ഡീൽ ചെയ്യുന്ന നമ്മളുടെ ടീം മെമ്പേഴ്സാണ്. എത്ര നല്ല ഡീലിങ്സ് ആണ്, എത്ര നല്ല കസ്റ്റമർ കെയർ ആണ് നമ്മളെ ടീം കൊടുക്കുന്നത്, അതിനനുസരിച്ച് നമ്മളെ ബ്രാൻഡിന് മൈലേജ്, നമ്മളെ സ്ഥാപനത്തിന് മൈലേജും ഇമേജൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റും ഉണ്ട്. കാരണം നല്ല സ്ഥാപനമാണ്, മാനേജ്മെന്റ് നല്ല വിഷനും വാല്യൂസ് ഒക്കെ ഉള്ള മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, പക്ഷെ സ്റ്റാഫിന്റെ അടുത്തുള്ള ഡീലിങ്സ് നെഗറ്റീവ് ആണെങ്കിൽ, ചില സ്റ്റാഫിന്റെ ഒക്കെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അവർക്ക് ഇത് വിൽക്കണം എന്ന് ഒരു നിർബന്ധം ഉണ്ടാവില്ല. കേവല ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് പല സ്ഥാപനത്തിലും നമ്മൾ സ്റ്റാഫിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. നമുക്കൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്.